ചേതാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സസ്മേരവദനം നമാമ്യഹം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ആത്മോപദേശ ശതകത്തിലെ 8ാമത്തെ പദ്യമാണ്. ഈ 8ാമത്തെ പദ്യം നൈമിഷികങ്ങളായ വിഷയഭോഗങ്ങൾക്കായി തെണ്ടി നടക്കുന്ന ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ ആത്മാനുഭൂതി ഒരിക്കലും നേടാൻ സാധ്യമല്ല എന്ന കാര്യത്തെ പ്രതിപാദിക്കുകയാണ്. ഇന്ദ്രിയ നിയന്ത്രണം, അതുപോലെ മനോനിയന്ത്രണം, ഈ 2 തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. നമുക്ക് ആ 8ാമത്തെ പദ്യത്തിലേക്ക് കടക്കാം. ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെയഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വെളികുരുവേന്തി അകം വിളങ്ങിടേണം. ഒളി മുതലാം പഴമഞ്ചും ഉണ്ട് നാറും നളികയിലേറി നയേന മാറി ആടും കിളികളെ 5 അരിഞ്ഞ് കീഴ്മറിക്കും വെളികുരു ഏന്തി അകം വിളങ്ങിടേണം. ഒളി മുതലാം പഴമഞ്ചുമുണ്ട്. ഒളി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് രൂപങ്ങളെ നാം കാണുന്നത്. അപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന 5 തന്മാത്രകളിൽ രൂപത്തെയാണ് ഇവിടെ ഒളി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒളി മുതലാം പഴമഞ്ചുമുണ്ട് എന്ന് പറഞ്ഞാൽ രൂപം തുടങ്ങിയ 5 തരത്തിലുള്ള പഴങ്ങളെ, വിഷയാനുഭവങ്ങളെ, ഇന്ദ്രിയ സുഖങ്ങളെ ഉണ്ട്. ഊണ് കഴിക്കുക, ഉണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഈ 5 തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളെയും ഭക്ഷിച്ച് ജീവന്മാർ ഈ ഭൂമുഖത്ത് കഴിയും. എല്ലാ ജീവികൾക്കും 5 ഇന്ദ്രിയങ്ങളില്ല. 4 ഇന്ദ്രിയങ്ങളുള്ളവയുണ്ട്, 3 ഇന്ദ്രിയങ്ങളുള്ളവയുണ്ട്, 2 ഇന്ദ്രിയങ്ങളുള്ളവയുണ്ട്. മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളും പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ 5 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് മനുഷ്യർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവന്മാർക്ക് ലഭിക്കുന്നത്. അതാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ശബ്ദത്തെ അറിയിച്ചു തരുന്നത് ചെവികളാണ്. സ്പർശത്തെ അറിയിച്ചു തരുന്നത് ത്വക്കാണ്. രൂപത്തെ അറിയിച്ചു തരുന്നത് നേത്രേന്ദ്രിയമാണ്. രസത്തെ അറിയിച്ചു തരുന്നത് നാവും. ഗന്ധത്തെ അറിയിച്ചു തരുന്നത് മൂക്കുമാണ്. ഈ 5 അനുഭവങ്ങളുടെ സമാഹാരത്തെയാണ് നമ്മൾ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. ഈ 5 അല്ലാതെ 6ാമതൊരു അനുഭവം മനുഷ്യർക്കില്ല. എന്തുകൊണ്ട്? 6ാമതൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ 6ാമതൊരു ഇന്ദ്രിയം ഉണ്ടാവണം. ഇന്ദ്രിയ വാതിലുകളിലൂടെയാണ് നമുക്ക് പ്രപഞ്ച വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നത്. നമുക്ക് ഇന്ദ്രിയങ്ങൾ 5 ആയതുകൊണ്ട് 5 തരത്തിലുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഈ 5 തരത്തിലുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ അനുഭവങ്ങളെയാണ് ഇവിടെ ഒളി മുതലാം പഴമഞ്ചും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. മധുരമായ സംഗീതമുണ്ട് കേൾക്കാൻ. പലതരത്തിലുള്ള കർണാടക സംഗീതമുണ്ട്, ലളിതഗാനമുണ്ട്, ഭജനയുണ്ട്. ചെവികൾക്ക് ഇൻപം നൽകുന്ന, സുഖം പകരുന്ന എത്രയോ ശബ്ദങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് കേട്ട് രസിക്കാം. അതുപോലെ രൂപങ്ങളെ കണ്ട് രസിക്കാം.
പല വിധത്തിലുള്ള സ്വാദുകളെ ഭക്ഷിച്ച് രസിക്കാം. ത്വക്കിലൂടെ ലഭിക്കുന്ന പലതരത്തിലുള്ള മൃദുസ്പർശങ്ങളെയും നമുക്ക് അനുഭവിക്കാം. അതുപോലെ നാസികയിലൂടെ പലതരത്തിലുള്ള സുഗന്ധങ്ങളെയും മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ രൂപം തുടങ്ങിയ 5 പഴങ്ങളെന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള സുഖാനുഭവങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്നർത്ഥം. ഒളിമുതലാം പഴമഞ്ചുമുണ്ട് ഈ 5 തരം ഇന്ദ്രിയാനുഭവങ്ങളെയും അനുഭവിച്ചുകൊണ്ട് നാറും നളികയിൽ ഏറി, നാറും നളിക ദുർഗന്ധം വമിക്കുന്ന മലഭാണ്ഡമായ ശരീരമാകുന്ന കൂട്. ഈ ശരീരം ഒരു കൂടാണെന്നറിയണം. പക്ഷികൾക്ക് എങ്ങനെയാണോ താമസിക്കാൻ അവ കൂട് നിർമ്മിക്കുന്നത്, പക്ഷി കൂട്ടിനകത്ത് കഴിയുന്നുണ്ടെങ്കിലും പക്ഷി കൂടല്ല. കൂട് വേറെ, പക്ഷി വേറെ. അതുപോലെ ദേഹങ്ങളുടെ ഉള്ളിൽ ആത്മാവ് കഴിയുന്നുണ്ടെങ്കിലും ആത്മാവ് വേറെ, ദേഹം വേറെ. പക്ഷേ ഈ ജീവന്മാരുടെ ഉള്ളിലുള്ള അജ്ഞത അല്ലെങ്കിൽ അവിദ്യ കാരണമായിട്ട് താനല്ലാത്ത ശരീരത്തെ താനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒന്ന് ഞാനല്ല എങ്കിൽ പിന്നെ അതിനെ ഞാനാണ് എന്നെന്തിനാണ് തെറ്റിദ്ധരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ ശരീരമല്ല എന്നുള്ളതാണ് സത്യമെങ്കിലും എന്നെ ശരീരം എന്നാണ്, അല്ലെങ്കിൽ താൻ ശരീരം എന്നാണ് എല്ലാ ജീവന്മാരും വിചാരിച്ച് കഴിയുന്നത്. അപ്പൊ ഈ ശരീരം തന്നെയാണ് നാറും നളിക, മലഭാണ്ഡമായ സദാ മലിന പദാർത്ഥങ്ങൾ പുറത്തേക്ക് വരുന്ന, ശരീരത്തിനകത്തു പോകുന്ന ഏതൊരു വസ്തുവും നാറുന്ന ഒന്നായി മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് തീർത്ഥം മേടിച്ച് കഴിച്ചാലും അല്ലെങ്കിൽ പ്രസാദം മേടിച്ച് കഴിച്ചാലും ശ്രേഷ്ഠമായ എത്രയോ ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്, അതെല്ലാം ഭക്ഷിച്ചാലും അവസാനം മലമായിട്ടാണ് അവ പുറത്തേക്ക് പോവുക. അതുപോലെ ദ്രവപദാർത്ഥങ്ങളാണെങ്കിൽ മൂത്രമായിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് സദാ ദുർഗന്ധം വമിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തെ നാറും നളിക എന്ന് പറയുന്നത്. നാറും നളികയിൽ ഏറി, ഏറുക എന്ന് പറഞ്ഞാൽ കയറുക എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ശരീരമാകുന്ന കൂട്ടിൽ ജീവൻ താമസിക്കുന്നു. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലെ ഈ ശരീരവും ജീവനെ സംബന്ധിച്ച് ഒരു വീട് മാത്രമാണ്. എങ്ങനെയാണോ നാം വീട്ടിൽ കഴിഞ്ഞാലും നാം വീടല്ലാത്തവരായിരിക്കുന്നത്, വീട് വേറെ നമ്മൾ വേറെ. അതുകൊണ്ടാണല്ലോ വീട്ടിനകത്ത് നമുക്ക് കഴിയാൻ പറ്റുന്നത്. വേണമെങ്കിൽ വീട്ടിന് പുറത്തിറങ്ങുകയും ആവാം. ഇപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിനുള്ളിൽ പ്രവേശിക്കാനും വീട്ടിന് പുറത്തു കിടക്കാനും നമുക്ക് പറ്റുന്നത് കൊണ്ട് നമ്മൾ വീടല്ല. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഇതുപോലെ ഒരു വീടാണ് ഓരോ ജീവന്റെയും ശരീരം. ആ ശരീരമാകുന്ന ഗൃഹത്തിനുള്ളിൽ ഓരോ ജീവനും വസിക്കുകയാണ്. ആ ശരീരത്തിൻ്റെ പ്രാരബ്ധം തീരുമ്പോൾ ആ വീട് ഉപേക്ഷിക്കേണ്ടതായും വരും. എങ്ങനെയാണോ വാടക വീട്ടിൽ കഴിയുന്ന ഒരാളെ വീട്ടുടമസ്ഥൻ ആദ്യം മാറാൻ നോട്ടീസ് നൽകും, ഇത്ര ദിവസത്തിനുള്ളിൽ വീട് മാറണം, ഞങ്ങൾക്ക് വീട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തിടും, നമ്മളെ വീട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യും. കാരണം വീട് അയാളുടേതാണ്. ഇതുപോലെ പ്രകൃതിയുടെ കയ്യിലുള്ള വീടുകളാണ് സകല ശരീരങ്ങൾ. പ്രകൃതിയിലാണ് ഈ പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂത നിർമ്മിതമാണ് ഏത് ജീവിയുടെയും ശരീരം.
അപ്പോൾ ആ ശരീരത്തിനകത്ത് നമുക്ക് സ്ഥിരതാമസം നടത്താൻ പറ്റില്ല. കാലാവധി കഴിയുമ്പോൾ, ഈ കാലാവധി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവരും ഒരേ പ്രായത്തിലല്ല മരിക്കുന്നത്. ബാല്യകാലത്തിൽ മരിക്കുന്നവരുണ്ട്, യുവാക്കൾ മരിക്കുന്നുണ്ട്, യൗവനാവസ്ഥയിൽ മരിക്കുന്നുണ്ട്, മധ്യവയസ്കരും മരിക്കുന്നുണ്ട്, വൃദ്ധന്മാരും വൃദ്ധകളും മരിക്കുന്നുണ്ട്. അപ്പം മരണം എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, ആ കുഞ്ഞ് ഒരു ദിവസം മരിക്കും. അതെന്താന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു അനിശ്ചിതത്വം. അത് 2 വയസ്സിൽ മരിക്കാം, 10 വയസ്സിൽ മരിക്കാം, 25 വയസ്സിൽ മരിക്കാം, 50-ലോ 80-ലോ 90-ലോ 100-ലോ 110, പരമാവധി 120, അല്ലെങ്കിൽ ഒരു 5 വർഷം ഗ്രേസ് പീരിയഡ് കൂടെ കൊടുത്താൽ 125 വയസ്സ് വരെ. അത്രയൊന്നും പോവില്ല. അത്ര ദീർഘകാലമൊന്നും ജീവിക്കണമെന്ന് ആഗ്രഹിക്കരുത്. കണ്ണും കാണാതെ, ചെവിയും കേൾക്കാതെ, വസ്തുക്കളുടെ രുചിയും അറിയാൻ പറ്റാതെ, ഭക്ഷണ സാധനങ്ങളുടെ രുചിയും അറിയാൻ പറ്റാതെ, കൈകാലുകളിലൊക്കെ വേദന, അങ്ങനെ ഒരു ദുരിതപൂർണമായ ജീവിതം ജീവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം സുഖമായി കഴിയണം. ദീർഘായുസ് ആഗ്രഹിക്കാം, പക്ഷെ ആ ദീർഘായുസിനോടൊപ്പം ആരോഗ്യവും ഉണ്ടാവണമല്ലോ. ഈ ആരോഗ്യമില്ലാതെ ആയുസ് മാത്രം നീട്ടിക്കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ആ ജീവിതം നരകതുല്യമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കണം എന്നാഗ്രഹിക്കരുത്. ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. അത് എത്ര വയസ്സ് വരെയാണെങ്കിലും കുഴപ്പമില്ല. 60-ഓ 65-ഓ 70-ഓ നമ്മൾ കിടക്കാതെ പോകണം. ഇതാണല്ലോ നമ്മുടെ ആഗ്രഹം. കിടന്ന് നരകിക്കാതെ മരിക്കണം എന്നുള്ളതാണ്. കാരണം കിടക്കുന്നവനും ബുദ്ധിമുട്ട്, അയാളെ പരിചരിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ നമ്മോടുണ്ടായിരുന്ന ആ പഴയ സ്നേഹമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ കിടപ്പിലാകുമ്പോൾ അറിയാം നമ്മോട് വീട്ടുകാർക്ക് എത്ര സ്നേഹമുണ്ട് എന്നുള്ള കാര്യം. നമുക്ക് കേൾക്കാൻ പറ്റാത്ത, അത്യന്തം ദുഃഖമുണ്ടാക്കുന്ന പല വാക്കുകളും നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതായി വരും. എപ്പോൾ? കിടപ്പിലായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പലപ്പോഴും ഏതെങ്കിലും അതിന് ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഈ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാൻ, വയസ്സായ ആൾക്കാരെയും രോഗികളെയൊക്കെ പരിചരിക്കാൻ, അവരെ കൊണ്ട് പരിചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടുകാർക്ക് പറ്റില്ല. എത്ര ദിവസമെന്ന് പറഞ്ഞ് നോക്കും. മറ്റുള്ളവർക്ക് അവർക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് അവർ പരിചരിക്കുന്നു, കൂലിയും വാങ്ങിച്ചുകൊണ്ട് അവർ പോകുന്നു. ഇവർ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന് ഈ പൈസയ്ക്ക് വേണ്ടി വരുന്നവർക്ക് നിഷ്കർഷയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ദീർഘായുസ് ആഗ്രഹിക്കരുത്. ആരോഗ്യം വേണം. അവനവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു പ്രാപ്തി, അത് അവസാനം വരെ നമുക്കുണ്ടാവണം. പിന്നെ നമ്മുടെ തലവിധി എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ ആശിക്കാറുണ്ട്, പ്രാർത്ഥിക്കാം, ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ശരീരമാകുന്ന കൂട്ടിൽ ജീവനാകുന്ന പക്ഷി താമസിക്കുന്നു. എങ്ങനെയാണ് കൂടിന് അപകടം സംഭവിക്കുമ്പോൾ കൂടിനെ ഉപേക്ഷിച്ച് പക്ഷി വാനിലേക്ക് പറന്നുയരുന്നത്, അതുപോലെ കൂടിന് അപകടം സംഭവിക്കുമ്പോൾ പക്ഷി പറന്നു വരുന്നത് പോലെയല്ല ജീവൻ ശരീരമാകുന്ന കൂടിനെ ഉപേക്ഷിക്കുന്നത്. പ്രാരബ്ധം തീരുമ്പോൾ ജീവൻ പുറത്തേക്ക് പോകാൻ നിർബന്ധിതനാകും. ഇഷ്ടപ്പെട്ട് മരിച്ചവർ ആരുമില്ല ഈ ലോകത്ത്. അതായത് എനിക്ക് മരിക്കണം, ഞാൻ മരിച്ചോളാം എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞ ആരുമില്ല. കാരണം മനുഷ്യർക്ക് ജീവിച്ച് കൊതി തീരുന്നില്ല. എത്ര ജീവിച്ചാലും ശരീരം വയ്യാണ്ടായാലും കിടപ്പിലായാലും ഒരു 100 രോഗങ്ങൾ ശരീരത്തിനുണ്ടെങ്കിലും വീണ്ടും ജീവിക്കണം എന്നുള്ളതാണ് മനുഷ്യരുടെ ആഗ്രഹം. ഞാൻ മരിക്കരുത്, ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അയാൾ ദരിദ്രനായാലും സമ്പന്നനായാലും ആരോ ആയിക്കോട്ടെ, ആർക്ക്
ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ട്? ഈ മരണം എന്ന് പറയുന്നത് താൻ ഇല്ലാതാവുന്ന ഒന്നാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മരണത്തിലൂടെ തൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഒന്നും സംഭവിക്കുന്നില്ല. ശരീരത്തിനകത്ത് സ്പന്ദിച്ചു കൊണ്ടിരുന്ന പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു. എന്നിട്ട് ചെയ്ത പുണ്യപാപങ്ങൾ കർമ്മങ്ങൾക്കനുസരിച്ച് മറ്റൊരു സ്ഥലത്ത് പുനർജനിക്കുന്നു. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. നമ്മൾ ഒരു വീട് ഒഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്നില്ലേ? അത്രയേ ഉള്ളൂ മരിക്കുക എന്നുള്ളത്. മരണം ആത്യന്തികമായ നാശമല്ല. ജീവൻ ചിദംശമായതുകൊണ്ട് ജീവന് ഒരിക്കലും നാശം അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നില്ല. നമ്മൾ മരണം എന്ന് പറയുന്നത് ജീവൻ ശരീരത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ജീവൻ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജീവൻ ഇല്ലാതായി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് തന്നെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരൊക്കെ മരിച്ചു പോയി എന്നാണ്. മരിച്ചു പോയി എന്ന് പറയുമ്പോൾ അവർ ഇവിടെ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് വേറെ എങ്ങോട്ടോ പോയി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവര് ഏതോ ഒരു രൂപത്തിൽ പിന്നെയും അവശേഷിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വാവുബലിയും തർപ്പണവും ഒക്കെ നടത്തുന്നത്. ആ വ്യക്തി തന്നെ ഇല്ലാതായിരുന്നെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ശരീരനാശത്തിൽ ആ ജീവന് നാശം സംഭവിക്കുന്നില്ല. ആ ശരീരത്തിൽ കഴിഞ്ഞിരുന്ന് ജീവൻ സൂക്ഷ്മരൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വേറെ എവിടെയോ ഉണ്ട്. അത് പിതൃലോകമായാലും വേറെ ഏതെങ്കിലും ലോകമായാലും എവിടെയോ ആ ജീവൻ ബാക്കി നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ മരണാനന്തര കർമ്മങ്ങൾ, കർക്കിടക വാവുബലിയായാലും ശരി, തർപ്പണമായാലും ശരി, എന്തുകൊണ്ടാണത് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജീവന് നാശമില്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ നാം അംഗീകരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ജീവൻ നശിക്കുന്നില്ല എന്ന് നമ്മൾ അംഗീകരിച്ചത് കൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ആ ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിൽ ഈ മരണാനന്തര കർമ്മങ്ങൾക്കൊന്നും അർത്ഥമില്ലാതായി പോവില്ലേ? അങ്ങനെയല്ല. അപ്പോൾ ഒരു കൂടിനെ പോലെയാണ്, അല്ലെങ്കിൽ കൂട്ടിനുള്ളിൽ കഴിയുന്ന ഒരു പക്ഷിയെ പോലെയാണ് ഓരോ ജീവനും ശരീരത്തിൽ കഴിയുന്നത്. നളികയിലേറി നയേന മാറിയാടും നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്ന, എത്ര ഇന്ദ്രിയ സുഖം അനുഭവിച്ചാലും മനുഷ്യർക്ക് തൃപ്തി വരില്ല. ഇതാണ് പരക്കെ കാണപ്പെടുന്നത്. എന്തൊക്കെ സുഖം എത്ര കാലം അനുഭവിച്ചാലും നമുക്ക് മതി എന്നുള്ള ഒരു തൃപ്തി ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ സുഖം ഇല്ല. ശരിക്കുള്ള സുഖം നാം ജീവിതത്തിൽ അനുഭവിച്ചിരുന്നുവെങ്കിൽ അനുഭവിച്ച മാത്രയിൽ ഒരു തൃപ്തി വരണമായിരുന്നു. ഇനി എനിക്ക് സുഖമൊന്നും അനുഭവിക്കേണ്ട, തൃപ്തിയായി. അപ്പം നമ്മുടെ ഇന്ദ്രിയ സുഖാനുഭവങ്ങളെല്ലാം തന്നെ വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. 3-4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കും, വീണ്ടും ഭക്ഷണം കഴിക്കേണ്ടി വരും. എപ്പോഴാണ് ഈ വിശപ്പ് ഇല്ലാതാവുന്നത്? മരിക്കുന്നത് വരെയും ഈ വിശപ്പ് ഇല്ലാതാവില്ല. വിശപ്പ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. വിശപ്പുണ്ടാകുമ്പോൾ നാം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇതുപോലെ ഇന്ദ്രിയ സുഖങ്ങൾ നമുക്ക് ഒരിക്കലും ശാശ്വതമായ തൃപ്തിയോ സമാധാനമോ നമുക്ക് തരുന്നില്ല. മതി എന്നുള്ള ഭാവം ജീവന്മാർക്കുണ്ടാവുന്നില്ല. കാരണം ഇതൊരു ഭ്രമമാണ്. ഇന്ദ്രിയ സുഖങ്ങൾ മനസ്സ് ജനിപ്പിക്കുന്ന ഒരു ഭ്രമം മാത്രമാണ്. താത്കാലികമായി ഒരു സുഖാനുഭവം. അത് കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് മതി എന്ന് തോന്നും. വീണ്ടും കുറേ സമയം കഴിയുമ്പോൾ അതേ സുഖം വീണ്ടും അനുഭവിക്കണം എന്ന് തോന്നും. ഇങ്ങനെ മനസ്സ് നമ്മെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഫ്രോഡെന്ന് പറയുന്നത് ഈ മനസ്സാണ്. ജീവിതം മുഴുവൻ നമ്മെ പറ്റിക്കുന്നു. പലതരത്തിലുള്ള ദുഃഖങ്ങളിലും നമ്മെ കൊണ്ട് ചാടിക്കുന്നു.
എന്നിട്ടും ഈ മനസ്സാണ് കുഴപ്പക്കാരൻ, എൻ്റെ അസ്വസ്ഥതയ്ക്കും അസമാധാനത്തിനും കാരണം എൻ്റെ തന്നെ ഉള്ളിൽ ഉള്ള മനസ്സാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നില്ല. ആ അവസ്ഥയാണ് അജ്ഞാനം, അജ്ഞത അഥവാ മൂഢത എന്നൊക്കെ വേദാന്ത ശാസ്ത്രം പറയുന്നു. എത്ര അനുഭവിച്ചാലും എത്ര കൊണ്ടാലും പഠിക്കുന്നില്ല. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നാണ് പറയുന്നത്. ഇത് കൊണ്ടിട്ട് മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത്ര കണ്ട് കട്ടിപിടിച്ചിരിക്കുന്നു ജീവന്മാരുടെ ഉള്ളിലുള്ള അജ്ഞത. അപ്പോൾ നയേന മാറിയാടും എന്ന് പറഞ്ഞാൽ നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും, ഇന്ദ്രിയങ്ങൾക്കും തൃപ്തി വരുന്നില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സിനും സുഖം അനുഭവിച്ച് തൃപ്തി വരുന്നില്ല. അത് വീണ്ടും ആടിക്കൊണ്ടേയിരിക്കുന്നു, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും സുഖത്തിനായി കേഴുന്നു, ഇനിയും അനുഭവിക്കണം എന്നുള്ള തൃഷ്ണ മനുഷ്യ മനസ്സിൽ നിന്ന് നീങ്ങുന്നില്ല. അതിനെയാണ് നയേന മാറിയാടും എന്ന് പറഞ്ഞത്. ഈ കിളികളെ അഞ്ചും, ഈ 5 കിളികളെയും എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതാണ് 5 കിളികൾ. ഈ 5 കിളികളെയും അരിഞ്ഞ് കീഴ്മറിക്കും. ഈ കിളികളെ അരിഞ്ഞ് കീഴ്മറിക്കണം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കണം എന്നർത്ഥം. ഈ കിളികളെ അരിഞ്ഞു വീഴ്ത്തണം, അരിങ്ങോടരാവണം. അരിയുന്നത് കൊണ്ടാണ് അരിങ്ങോടർ എന്നുള്ള പേര് കിട്ടിയത് അറിയില്ല. വടക്കൻ പാട്ടിൽ ഉള്ളൊരു കഥാപാത്രമാണ് ഈ അരിങ്ങോടർ. മറ്റേ എന്തോ ഒരു ചുരിക, മാറ്റി ചുരികയാണ് അത് അല്ലേ കൊടുത്തത്. ഈ ഇതല്ലേ തച്ചോളി ഉദയനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു അരിങ്ങോടരായി മാറണം. മറ്റുള്ളവരുടെ തലയെറിയാൻ നടക്കരുത്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള, നമ്മുടെ ശരീരത്തിൽ തന്നെ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള 5 ഇന്ദ്രിയങ്ങളാകുന്ന കിളികളെ നിർദാക്ഷിണ്യം അരിഞ്ഞു വീഴ്ത്തണം എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. പരിപൂർണമായി ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ സ്വാധീനത്തിലാക്കണം, നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തണം എന്നർത്ഥം. ഞാൻ പറയുന്നത് പോലെ എൻ്റെ ഇന്ദ്രിയങ്ങൾ അനുസരിക്കണം. അതൊക്കെ സാധ്യമാണോ? ഇതൊക്കെ പറയാൻ കൊള്ളാം, നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ മനുഷ്യൻ നടപ്പിലാക്കാൻ പറ്റാത്തത്? വിൽ പവർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നില്ല, ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. മനുഷ്യന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഈശ്വരനെ പോലും ഈ ഇച്ഛാശക്തി നേടിത്തരും. ആത്മാനുഭവത്തെ ഇച്ഛാശക്തിയിലൂടെയാണ് ജ്ഞാനികൾ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നെല്ലാം അപ്രായോഗികമാണ്, ഇതൊന്നും നമ്മെക്കൊണ്ട് പറ്റില്ല എന്ന് മാത്രം വിചാരിക്കരുത്. ഇച്ഛാശക്തിയെ വിനിയോഗിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയങ്ങളാക്കണം. ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കിളികളെയും അരിഞ്ഞ് കീഴ്മറിക്കും. അരിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിഗ്രഹിക്കുക, കീഴടക്കുക, തൻ്റെ പരിധിയിൽ നിർത്തുക എന്നാണ് അർത്ഥം. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കീഴടക്കി ആ ഇന്ദ്രിയങ്ങളുടെ ബഹിർമുഖമായ ഓട്ടത്തെ നിർത്തി അന്തർമുഖമാക്കണം. അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം നേടണം. അങ്ങനെ ആയാൽ വെളിയുരുവേന്തി അകം വിളങ്ങിടേണം. വെളി ഉരു എന്ന് പറഞ്ഞാൽ, വെളി എന്ന് പറഞ്ഞാൽ അവിടെ വെളി എന്നുള്ള വാക്കിന് ആകാശം, ഇടം എന്നാണ്. വെളി, വെളി മുതലായ വിഭൂതിയഞ്ചുമോത്താൽ എന്ന് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2ാമത്തെയോ 3ാമത്തെയോ ശ്ലോകത്തിൽ ഈ വെളി എന്നുള്ള വാക്ക് ഇനിയും പല സ്ഥലങ്ങളിലും ഗുരുദേവൻ പ്രയോഗിക്കുന്നുണ്ട്. ആകാശം എന്നർത്ഥം. ആകാശം എന്ന് പറഞ്ഞാൽ ഇടം, സ്ഥലം, സ്പേസ്. പ്രകാശസ്വരൂപമായ വെളി ഉരുവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആകാശം പോലെ വ്യാപകമായ ആത്മതത്വം എന്നർത്ഥം. ആ ജ്യോതിസ്വരൂപമായ ആത്മാനുഭവം നേടി അകം വിളങ്ങിടേണം.
അകമെന്ന് പറഞ്ഞാൽ മനസ്സ്, ചിത്തം, ഉള്ള. വിളങ്ങിടേണമെന്ന് പറഞ്ഞാൽ പ്രസന്നമാകണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ തന്നെ, ഇന്ദ്രിയങ്ങൾ നിയന്ത്രണ വിധേയങ്ങളാകുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു സുഖം ഉള്ളിൽ അനുഭവപ്പെടും. അത് ഇന്ദ്രിയ നിയന്ത്രണം നേടാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ദ്രിയങ്ങളെ വശത്താക്കി കഴിഞ്ഞാൽ അത് തന്നെ ഒരു തരത്തിലുള്ള സുഖം ജനിപ്പിക്കും. ആ ദമം എന്നാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേദാന്തത്തിൽ പറയുന്നത്, ദമം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സ് ഒടുങ്ങുക. മനോനിയന്ത്രണത്തെ ശമമെന്നും ഇന്ദ്രിയ നിയന്ത്രണത്തെ ദമം എന്നും പറയുന്നു. അപ്പോൾ ഈ ദമവും ശമവും ഒരു സാധകന് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ഈ രണ്ടെണ്ണം തീർച്ചയായും ഉണ്ടെങ്കിലേ നമുക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. മനസ്സ് ചഞ്ചലമായിരിക്കുന്നിടത്തോളം ആത്മാനുഭൂതി നേടാൻ സാധ്യമല്ല. അപ്പോൾ ഈ ആത്മ ചൈതന്യത്തെ, ആത്മപ്രകാശം ഉള്ളിൽ നിറഞ്ഞ് ആ ആത്മസാക്ഷാത്കാരം നേടി മനസ്സ് പ്രസന്നമാകണം. ഈ പ്രസന്നതയെ തന്നെയാണ് ശാന്തി എന്ന് പറയുന്നത്. മനഃശാന്തി, മനസ്സമാധാനം, സ്വസ്ഥത, ഇങ്ങനെ പല സുഖം, ഇങ്ങനെ പല വാക്കുകളും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യത്തിൽ തന്നെയാണ്. മനസ്സിൻ്റെ അടക്കം, മനസ്സ് ചലിക്കാത്ത അവസ്ഥ, ശാന്തമായ സ്ഥിതി. അങ്ങനെ വെളിയുരുവേറ്റി അകം വിളഞ്ഞിടേണം, മനസ്സ് പ്രസന്നമായി തീരണം. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. രൂപം തുടങ്ങിയ പഴങ്ങൾ 5 ഭക്ഷിച്ച് മലഭാണ്ഡമായ ദേഹമാകുന്ന കൂട്ടിൽ താമസമാക്കി നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കിളികളെയും കീഴടക്കി നശിപ്പിക്കുന്ന ജ്യോതിർമയമായ ആത്മാനുഭൂതി നേടി ചിത്തം പ്രസന്നമാകണം. മനസ്സിൻ്റെ എന്തെന്നില്ലാത്ത ശാന്തി, നിരുപമമായ മനഃശാന്തിയുടെ പേരാണ് ആത്മാനുഭവം. ഈ ആത്മാവെന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, അതൊരു വ്യക്തിയുമല്ല, അത് കേവലമായ അനുഭവമാണ്. നിറഞ്ഞ ആനന്ദം, ഒരു സ്പന്ദനം പോലുമില്ലാത്ത നിശ്ചലമായ അനുഭവത്തെയാണ് ആത്മാനുഭവം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. ആ മനസ്സിൻ്റെ നിശ്ചലത ചില സമയങ്ങളിൽ, ഏതാനും സെക്കൻഡുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വേദാന്തം ഒന്നും പഠിച്ചില്ലെങ്കിലും സാധനയൊന്നും ചെയ്തില്ലെങ്കിലും ചില നേരങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മുടെ പ്രയത്നമില്ലാതെ തന്നെ ഏകാഗ്രപ്പെടും. മനസ്സ് ചിന്തകളിൽ നിന്നൊക്കെ വിമുക്തമായി തീരും. ആ സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖം നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യും. മനസ്സ് ചലിക്കാൻ തുടങ്ങുന്നതാണ് അസ്വസ്ഥതയുടെ ആരംഭം. എപ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്ന് ചോദിച്ചാൽ, മനസ്സ് ചലിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ നമ്മുടെ സമാധാനം, സുഖം, സ്വസ്ഥത നഷ്ടപ്പെടും. നമ്മൾ പറയുന്നത് മനസ്സമാധാനമില്ല എന്നാണ്. മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവില്ല, മനസ്സില്ലാത്തയിടത്ത് സമാധാനം പൂർണ്ണമായി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അർത്ഥമില്ലാത്ത ഒരു വാക്കാണ് ഈ മനസ്സമാധാനം. മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവാൻ പറ്റില്ല, കാരണം മനസ്സ് ചലിക്കുന്നതാണ്. ചലനമുള്ളിടത്ത് എങ്ങനെയാണ് നിശ്ചലത ഉണ്ടാവുക? അശാന്തമായ മനസ്സിൽ എങ്ങനെയാണ് ശാന്തി പ്രകാശിക്കുക? അതുകൊണ്ട് മനസ്സമാധാനം എന്ന് പറയേണ്ട, മനസ്സ് ഇല്ലാതാവും. മനസ്സ് ഒന്നിനെയും സങ്കല്പിക്കാതെ കെട്ടടങ്ങണം. മനസ്സ് ഉപശമിച്ചാൽ അപ്പോഴാണ് നമുക്ക് സുഖത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുക. മനസ്സ് പ്രസന്നമാകണം എന്ന്, അതായത് ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കാതെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖം, ശാന്തി, ഒരു ഉൾക്കുളിർമ, അതാണ് ആത്മസാക്ഷാത്കാരത്തിലൂടെ ജ്ഞാനികൾ നേടുന്നത്. അല്ല, അവർ ജ്ഞാനമല്ലേ നേടുന്നത്? ജ്ഞാനമെന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ചുള്ള അറിവ്, താൻ വാസ്തവത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ്
അതാണ് ആത്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ അറിവിലൂടെ ഈ ജ്ഞാനികൾ എന്താണ് അന്തിമമായി നേടുന്നത് എന്ന് ചോദിച്ചാൽ സ്വസ്ഥത, പരമമായ ശാന്തി, പരിപൂർണ നിശ്ചലത, എന്തെന്നില്ലാത്ത സുഖം, അനന്തവും അപാരവുമായ സുഖം, അതാണ് ആത്മാനുഭവത്തിലൂടെ ജ്ഞാനികൾ നേടുന്നത്.